മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്ത് അന്നത്തെ കൊച്ചി രാജ്യത്തിന്റെ അതിർത്തികൾ വരെയുള്ള എല്ലാ പ്രദേശങ്ങളും കീഴടക്കിയെങ്കിലും കൊച്ചി രാജ്യത്തെ കീഴടക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. പെരുമ്പടപ്പ് സ്വരൂപം എന്ന കൊച്ചി രാജ്യത്തിന് ആചാരകാര്യങ്ങളിലുള്ള മേൽക്കൈ കൊണ്ടാണ് ഇതെന്നൊരു അഭിപ്രായമുണ്ട്. എന്നാൽ ഏതെങ്കിലും കാലത്ത് മൈസൂർ രാജ്യം തിരുവിതാംകൂറിനെ ആക്രമിക്കുന്ന പക്ഷം അതിനെ തടയുവാനുള്ളൊരു ബഫർ സോണായി കൊച്ചി നിലനിൽക്കട്ടെ എന്ന രാജ്യതന്ത്രപരമായ നയമാണ് ഇതെന്നും പറയപ്പെടുന്നു. എന്നാൽ കോഴിക്കോട് സാമൂതിരിയിൽ നിന്നുമുള്ള നിരന്തരമായ ആക്രമണത്തെ ചെറുക്കുവാനായി കൊച്ചിക്ക് തിരുവിതാംകൂറിന്റെ സഹായം ആവശ്യമായിരുന്നതിനാൽ കൊച്ചി രാജാവ് നിരവധി തവണ തിരുവിതാംകൂറിന്റെ സഹായം അഭ്യർത്ഥിച്ചുവെങ്കിലും ധർമ്മരാജാവ് അത് ചെവിക്കൊള്ളുവാൻ തയ്യാറായില്ല. എന്നാൽ പിന്നീട് കൊച്ചി രാജാവായ രാമവർമ്മ തന്നെ നേരിട്ട് തിരുവനന്തപുരത്തെത്തുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തതിനെ തുടർന്ന് 1762 കന്യാകുമാരിക്ക് സമീപമുള്ള ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വച്ച് കൊച്ചിയും തിരുവിതാംകൂറും ചേർന്ന് സൈനിക സഹകരണ കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി. ഈ കരാറാണ് പ്രശസ്തമായ ശുചീന്ദ്രം ഉടമ്പടി എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂർ ദിവാനായിരുന്ന അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും കൊച്ചിയിലെ ദിവാനായിരുന്ന പാലിയത്ത് കോമിയച്ചനുമായിരുന്നു സന്ധിയിൽ ഒപ്പുവെച്ചവർ. പ്രസ്തുത കരാറിന്റെ ഭാഗമായി സാമൂതിരിയുടെ ആക്രമണങ്ങളിൽ നിന്നും കൊച്ചിയെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ധർമ്മരാജാവ് ഉറപ്പു നൽകുകയും സാമൂതിരി പിടിച്ചെടുത്ത കൊച്ചിയുടെ പ്രദേശങ്ങളിൽ ആക്രമണം ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് കൊച്ചിയുടെ ഭാഗങ്ങളിൽ നിന്നും കോഴിക്കോട് സൈന്യത്തെ തുരത്തിയ തിരുവിതാംകൂർ സൈന്യം പൊന്നാനിയിൽ എത്തിച്ചേർന്നു. അപ്പോഴേക്കും കോഴിക്കോട് സാമൂതിരി ധർമ്മരാജാവിനെ ദൂതൻ മുഖേന ബന്ധപ്പെടുകയും യുദ്ധം നിർത്തണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. കോഴിക്കോട് സാമൂതിരിയുടെ അപേക്ഷയിന്മേൽ തിരുവിതാംകൂർ സൈന്യം യുദ്ധം നിർത്തിവെക്കുകയും 1763 കോഴിക്കോടുമായി സൗഹൃദ കരാർ ഒപ്പിടുകയും ചെയ്തു. ഈ കരാറിനെ തുടർന്ന് യുദ്ധച്ചെലവിനത്തിൽ 1.5 ലക്ഷം രൂപ കോഴിക്കോട് സാമൂതിരി തിരുവിതാംകൂറിന് നൽകി. അതുമാത്രമല്ല, തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പറവൂർ, ആലങ്ങാട് രാജ്യങ്ങൾ തിരുവിതാംകൂറിന് നൽകുകയും ചെയ്തു. അങ്ങനെ 2 രാജ്യങ്ങളും തിരുവിതാംകൂറിന്റെ ഭാഗമാക്കി മാറ്റപ്പെട്ടു. ചുരുക്കത്തിൽ ശുചീന്ദ്രം ഉടമ്പടി തിരുവിതാംകൂറിന്റെ സൈനികപരമായ മേൽക്കോയ്മ ഉറപ്പിക്കുന്നതിന് സഹായകരമായി എന്ന് പറയാം. തിരുവിതാംകൂറിന്റെ ചരിത്രം കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ചാനലായ ഹിന്ദുത്വ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.